ഇവിടെ തന്റെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. അയാൾ അന്ന് അത് തുടച്ചു കളഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ റാബിറ്റ് പല്ലി ഇന്ന് ഇവിടെ ഇത് കണക്ക് ഇന്ന് കുറയ്ക്കൂലായിരുന്നു. നീ എന്തിനാടി എന്ത് പറഞ്ഞാലും എന്റെ മണ്ടയ്ക്ക് കയറുന്നു. ഞാനൊരു ഫെമിനിസ്റ്റാ. അതിന് എനിക്ക് രണ്ടുപേരെയും കുറ്റം പറഞ്ഞാലേ എനിക്ക് ഫേമസ് ആകാൻ പറ്റത്തുള്ളൂ. അയ്യോ, നിനക്ക് എങ്ങനാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ദിലീപിനെ പോലെയുള്ള ആൾക്കാർ എന്തിനു പേടിക്കണേ? അയാൾ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടെന്നുണ്ടെങ്കിൽ പോലും അയാൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായ? അയാൾ എന്തിനാ മോളെ നീ പേടിക്കണത്? അയാൾ എന്താ നിനക്ക് പൈസ തന്നില്ലേ? അതേ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ലേ? അയാൾ എന്തിനാ പേടിക്കണം? അയാൾ രാത്രി ഇരുട്ടത്ത് മോളെ വീടിന്റെ അവിടെ വന്നിരുന്ന് പേടിപ്പിച്ചാ? ഇവന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനാണ് എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഓ, അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? തന്റെ തന്തയല്ല എന്റെ തന്ത. അതെ, അവനൊക്കെ വെറും മൈരാറല്ലേ? അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ. നമുക്കെന്താ? അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ. എന്താ ഉള്ള പ്ലാൻ? ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെ ജീവിക്കാന്നുള്ളതാണ് ഇപ്പൊ തന്റെ പ്ലാൻ. ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവൂ. പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറ നിനക്ക് വേണം. ഇപ്പൊ ഷിംജിതയെ എല്ലാരും കൂടെ പറയുന്നുണ്ട് ആ മരണത്തിന് കാരണം അവളാണെന്ന്. പറയാൻ മുഴുവിക്ക്. പക്ഷേ ചിലപ്പം ആ ദീപക്കിന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ. അതിന്റെ കൂടെ ഒരു കാരണവും കൂടി ആവാം ഇത്. പിന്നെ മാത്രമല്ല ഷിംജിത മാത്രം പട്ടിപ്പൊലയാടി മോളെ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ടും മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിയിരുന്ന് ഞരങ്ങുവാ.